നഴ്സിംഗ് ഡയറക്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ജനറൽ നഴ്സിംഗ് കോഴ്സ് കഴിഞ്ഞതിന് ശേഷം BSc ഡിഗ്രി ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് പോസ്റ്റ് ബേസിക് നഴ്സിംഗ്. നിരവധി കുട്ടികളാണ് ഓരോ വർഷവും ജനറൽ നഴ്സിംഗ് കഴിഞ്ഞതിന് ശേഷം പോസ്റ്റ് ബേസിക് നഴ്സിംഗ് ആയിട്ട് BSc നഴ്സസ് ആയിട്ട് അപ്ഗ്രേഡ് ചെയ്ത് എടുക്കുക. കാരണം നമുക്കറിയാം ഓരോ വർഷം കഴിയും തോറും ഈ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷന്റെ അളവുകോലുകൾ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡിപ്ലോമ നഴ്സുമാരെയൊക്കെ പല GCC കൺട്രീസിലും നമ്മളിപ്പോൾ കാണാൻ സാധിക്കുകയില്ല. എല്ലാവരും അപ്ഗ്രേഡ് ചെയ്ത് BSc നഴ്സസ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കോഴ്സാണ് പോസ്റ്റ് ബേസിക് നഴ്സിംഗ്. ഇത് 2 വർഷത്തെ കോഴ്സാണ്. അപ്പോൾ ഇയർലി ആയിട്ടാണ് എക്സാംസ് കാര്യങ്ങൾ നടത്തപ്പെടുക. അപ്പോൾ നിരവധി ഓപ്ഷൻസ് നിങ്ങൾക്ക് പോസ്റ്റ് ബേസിക് നഴ്സിംഗിൽ പഠിക്കാനായിട്ട് അവസരങ്ങൾ ഉണ്ടെന്ന് കൂടെ മനസ്സിലാക്കുക. ഏകദേശം 70 സീറ്റുകളാണ് ഈ 2 നഴ്സിംഗ് കോളേജുകളുമായിട്ട് ഗവൺമെന്റ് തലത്തിൽ അവൈലബിൾ ആയിട്ടുണ്ടാവുക. ഇതിൽ തന്നെ പകുതിയോളം റിസർവേഷനും പകുതി സീറ്റുകൾ മെറിറ്റ് സീറ്റുകളുമാണ്. ഇത് എൻട്രൻസ് എക്സാംസ് എഴുതി മാത്രമാണ് നമുക്ക് ഇതിലേക്ക് അഡ്മിഷൻസ് ലഭിക്കുക. ഇത് കൂടാതെ പ്രൈവറ്റ് ലെവലിലാണെന്നുണ്ടെങ്കിലും നിരവധി ഓപ്ഷൻസ് അവൈലബിൾ ആണ്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഫീസ് കാര്യങ്ങളുണ്ട്. മാത്രമല്ല +2 ബയോളജി സയൻസ് കഴിഞ്ഞ കുട്ടികൾക്ക് മാത്രമാണ് നിലവിൽ കേരളത്തിൽ പോസ്റ്റ് ബേസിക് നഴ്സിംഗ് പഠിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നിരവധി കുട്ടികൾ കേരളത്തിന് പുറത്തേക്കുള്ള കർണാടക, തമിഴ്നാട് തുടങ്ങിയുള്ള കോളേജുകളിലേക്കാണ് പോസ്റ്റ് ബേസിക് നഴ്സിംഗിനും അഡ്മിഷൻസ് എടുക്കുക. അപ്പോൾ പോസ്റ്റ് ബേസിക് നഴ്സിംഗിലേക്ക് പോകാനായിട്ട് താല്പര്യപ്പെടുന്ന കുട്ടികൾക്കാണെങ്കിലും ചെറിയ ഫീസിൽ തന്നെ നിങ്ങൾക്ക് ജോലി ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. മിക്കവാറും കോളേജുകളൊക്കെ തന്നെ സ്റ്റൈഫൻഡ് കിട്ടുന്ന ഓപ്ഷൻസ് ഉണ്ട്. വളരെ കുറച്ച് കോളേജുകളിൽ മാത്രമാണ് ആ ഒരു ഓപ്ഷൻസ് ഫെസിലിറ്റീസ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു സാലറി പോലെ നിങ്ങൾക്ക് ഒരു സ്റ്റൈഫൻഡ് ഏകദേശം 15,000 രൂപയോളം നിങ്ങൾക്ക് സ്റ്റൈഫൻഡ് എണ്ണത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു സ്റ്റൈഫൻഡ് വാങ്ങി നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് കൂടെ മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു ഫീസ് ബർഡൻ ഉണ്ടാവാതെ തന്നെ ഈ പറയുന്ന രീതിയിൽ ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് പോസ്റ്റ് ബേസിക് നഴ്സിംഗ് പഠിച്ച് ഇറങ്ങുകയും ഡിഗ്രി ആയിട്ട് കൺവേർട്ട് ചെയ്ത് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് ഒരു BSc നഴ്സായിട്ട് നിങ്ങൾക്ക് മാറാനുള്ള പോസിബിലിറ്റീസും ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും കുട്ടികൾക്ക് റെഗുലർ കോഴ്സായിട്ട് പഠിച്ച് സ്റ്റൈഫൻഡോടുകൂടി തന്നെ പോസ്റ്റ് ബേസിക് നഴ്സിംഗ് പഠിക്കണമെന്ന് താല്പര്യമുള്ള കുട്ടികൾക്ക് ഹെൽപ്പ് ലൈൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതുമായിരിക്കും. കാരണം ഇത് വളരെ കുറച്ച് സീറ്റുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതിന്റെ സീറ്റുകളൊക്കെ ഫില്ലായി പോകുന്നതുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്തും ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യുക. ഇത് കൂടാതെ തന്നെ സ്റ്റൈഫൻഡ് സ്കീം അല്ലാതെ തന്നെ ചെറിയ ഫീസിൽ തന്നെ പോസ്റ്റ് ബേസിക് നഴ്സിംഗിലുള്ള അഡ്മിഷൻ പ്രോസസ്സുകൾ പല കോളേജുകളിലും നടത്തുന്നുണ്ട്. അപ്പോൾ അതിന്റെ അപ്ഡേഷൻസ് വേണമെങ്കിലും തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ജനറൽ നഴ്സുമാരുടെ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ജനറൽ നഴ്സിംഗ് എന്നുള്ളത് കൺവേർട്ട് ചെയ്ത് അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്ത് നിങ്ങൾ BSc നഴ്സിംഗ് അല്ലെങ്കിൽ പോസ്റ്റ് ബേസിക് നഴ്സിംഗ് പഠിച്ച് BSc നഴ്സിംഗ് ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യുക. ഭാവിയിൽ എല്ലായിടത്തും BSc നഴ്സസ്മാരെ മാത്രം ഉൾക്കൊള്ളിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് ഈ ഒരു അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം. നന്ദി.